അസ്സലാമു അലൈക്കും. എനിക്കിന്ന് ചോറുണ്ടാക്കാൻ ഒരു മടി പോലെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഈ കിഴങ്ങ് പുഴുങ്ങുന്നു. കിഴങ്ങ് പുഴുങ്ങി തിന്നുകൊണ്ട് വെക്കുമ്പോൾ ഈ മത്തിക്കറിയെല്ലാം കൂട്ടിയിട്ട് കിഴങ്ങ് പുഴുങ്ങി തിന്നുകൊണ്ട് വെക്കുമ്പോൾ എനിക്ക് കാന്താരിയും പിന്നെ തൈരും എല്ലാം ഞമണ്ടി തിന്നുന്ന ഞാൻ യൂട്യൂബിൽ കാണാറുണ്ട്. അപ്പോൾ അതേപോലെ തിന്നാമെന്ന് കരുതി ഞാൻ ഫ്രിഡ്ജിലിരിക്കുന്ന ചോറും ഈ കാന്താരി മുളകും എല്ലാം ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ കുറച്ച് തൈരുണ്ട് ഫ്രിഡ്ജിൽ ബാക്കി. അപ്പോൾ തൈര് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഞാൻ തിന്ന് നോക്കിയിട്ടില്ല. യൂട്യൂബിലെല്ലാം ഇങ്ങനെ തിന്നുന്ന നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ എനിക്കിന്ന് കാന്താരി അപ്പുറത്ത് മുറ്റത്തുനിന്ന് കിട്ടിനേനു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് തിന്ന് നോക്കാം, നിങ്ങൾക്ക് ഫീഡ്ബാക്ക് എല്ലാം അയച്ച് തരാമെന്ന് കരുതി നോക്കിയതാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. തൈര് കുറവായില്ലോ എന്ന് തോന്നുന്നു. എന്നാലും ഇല്ലത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിങ്ങനെയല്ല തിന്നണ്ടേ, ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ടാണ് തിന്നുന്ന കാണിച്ചു തന്നത്. അപ്പോൾ നമുക്ക് തിന്ന് നോക്കാം. ഒരു മാതിരി ടേസ്റ്റ് കാന്താരിൻ്റെയും ഈ തൈരിൻ്റെയും ഈ കൊളുത്ത ചോറിൻ്റെയും ഒരുമാതിരി ടേസ്റ്റ്. ചിലയാൾക്ക് ഇഷ്ടപ്പെടും, ചിലയാൾക്ക് ഇഷ്ടപ്പെടില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഈ കിഴങ്ങ് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പൂതി വന്നത് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാമെന്ന്. കിഴങ്ങ് അടിപൊളിയാണ്. കഞ്ഞി അത്ര പോരാ. ഓക്കെ, അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക് ഇൻഷാ അല്ലാഹ്.